നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട ജനഭൂമി പ്രേക്ഷകർക്കും ഞങ്ങളുടെ പുതുവർഷ ആശംസകൾ. എല്ലാവർക്കും ഐശ്വര്യമുള്ള, ക്ഷേമമുള്ള, സമ്പൽ സമൃദ്ധിയുള്ള പുതുവർഷം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. 2026 ജനുവരി 1 തീയതി മുതൽ ഞങ്ങളൊരു പുതിയ പ്രോഗ്രാമിന് തുടക്കം കുറിക്കുകയാണ്. ജ്യോതിഷ ദർശനം എന്നാണ് ഈ പ്രോഗ്രാമിന് നൽകിയിരിക്കുന്ന പേര്. ജ്യോതിഷത്തെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ചിലർ ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവരുണ്ട്, അവിശ്വസിക്കുന്നവരുണ്ട്. വിശ്വാസികൾക്കും അവിശ്വാസികൾക്കൊക്കെ വിമർശന ബുദ്ധിയ ഈ പ്രോഗ്രാം കാണാം, അഭിപ്രായങ്ങൾ അറിയിക്കുകയും ചെയ്യാം. ഈ പ്രോഗ്രാമിലേക്ക് ഞങ്ങളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേരളത്തിലെ പ്രശസ്ത ജ്യോതിഷ പണ്ഡിതനായ പ്രവീൺ ശർമാജിയാണ്. അദ്ദേഹം പൊതുവെ അറിയപ്പെടുന്നത് ശർമാജി എന്ന പേരിലാണ്. വേദ പാഠശാലയുടെ ചെയർമാനാണ്. ഈ വേദ പാഠശാലയിൽ ജ്യോതിഷം, വാസ്തു, താന്ത്രികം, യോഗ ഇതൊക്കെ പഠിപ്പിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്, ഒരു ഗുരുകുല വിദ്യാഭ്യാസ സ്ഥാപനമാണ്. അതിൻ്റെ ചെയർമാനാണ് അദ്ദേഹം. ഒരുപക്ഷെ കേരളത്തിലെ ജ്യോതിഷത്തെക്കുറിച്ച് വളരെ ആധികാരികമായി പറയാൻ അറിവുള്ള അപൂർവം ജ്യോതിഷന്മാരിലൊരാളാണ് അദ്ദേഹം. അത് പാരമ്പര്യമായ കിട്ടിയ സിദ്ധി, അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ അനുഗ്രഹം, ലോകപ്രശസ്തനായ പ്രഭാകര സിദ്ധിയോഗിയിൽ നിന്ന് നേരിട്ട് ശിഷ്യത്വം കിട്ടിയിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. അങ്ങനെ ഒരുപാട് മേഖലകളിൽ അനുഭവ സമ്പത്തുള്ള ഒരു ജ്യോതിഷ പണ്ഡിതനാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. പ്രിയപ്പെട്ട ബഹുമാന്യനായ ശർമാജിയെ ജ്യോതിഷ ദർശനത്തിലേക്ക് വേണ്ടി ജനഭൂമിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുക. നമസ്കാരം. ശർമാജി, ഇതിപ്പം പുതുവർഷത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്, 2026. അപ്പോൾ ഒരു വർഷം 2025 കഴിഞ്ഞല്ലോ. ജനങ്ങൾ പലതരത്തിലുള്ള ആശങ്കകളുണ്ട്. അതിനകത്ത് പ്രധാനമായിട്ട് വ്യക്തികളുടെ ജീവിതത്തിന് എങ്ങനെയായിരിക്കും ഈ 2020, അത് ഓരോ നക്ഷത്രത്തിലെ അല്ലെങ്കിൽ ഓരോ കൂറിൽ ജനിച്ച ആളുകളുടെ, നക്ഷത്രത്തിൽ ജനിച്ച ആളുകളുടെ ഒക്കെ ആയിട്ടുള്ള ആശങ്കകൾ പലർക്കും ഉണ്ട്. വിശ്വസിക്കുന്നവർക്ക്, വിശ്വാസമില്ലാത്തവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. മറ്റൊന്ന്, നമ്മുടെ രാജ്യം 2026 ഏറ്റവും വലിയ പ്രത്യേകത ഒരു ഭരണമാറ്റം വരാൻ പോവുകയാണ്. ഈ ഒരു ഭരണമാറ്റം എന്ന് പറയുന്ന ഒരു ഗവൺമെൻറ് മാറുകയല്ല, ഒരു ജനതയുടെ ജീവിതം തന്നെ മാറുകയാണ് ജനാധിപത്യത്തിൽ. അപ്പോൾ അങ്ങനെ പൊതുവെ കേരളത്തിൻ്റെ ഒരു സ്ഥിതി എന്താണ്, രാജ്യത്തിൻ്റെ ഒരു സ്ഥിതി എന്താണ്, ഓരോ കൂറിൽ ജനിച്ചവർക്ക് ഉണ്ടാകുന്ന പ്രത്യേക മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെ തുടങ്ങിയ ഒട്ടേറെ വിഷയങ്ങളുണ്ട്. അപ്പം അതിനെക്കുറിച്ച് അങ്ങയുടെ ഒരു വിവരണം, അതായത് ഈ 2026 എന്തൊക്കെയാണ് ഓരോ കൂറിൽ ജനിച്ചവർക്ക് സംഭവിക്കുന്നത്, പിന്നെ നമ്മുടെ പൊതുവായിട്ട് പറയാവുന്നത് ഒന്നോ രണ്ടോ വാക്കിൽ നമ്മുടെ രാജ്യത്തെക്കുറിച്ചോ നമ്മുടെ സംസ്ഥാനത്തെക്കുറിച്ചോ തീർച്ചയായിട്ടും ചിന്തിക്കാം. അപ്പോൾ അത്തരത്തിൽ അങ്ങയുടെ വളരെ വിലയേറിയ അഭിപ്രായം അറിയണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അങ്ങയുടെ ഇക്കാര്യത്തിലുള്ള ഒരു അഭിപ്രായം 2026 എങ്ങനെ ഇരിക്കും എന്നുള്ളതിനെക്കുറിച്ച് അങ്ങയുടെ ഒരു അഭിപ്രായം പറഞ്ഞാൽ നന്നായിരിക്കും. ശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു കടൽ പോലെയാണ്. അത്രയും ബൃഹത്തായ ഒരു സംഗതിയെ നമ്മളൊരു ലിമിറ്റഡ് സർക്കിൾ അവതരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. എന്നാലും അതിൻ്റെ യുക്തിയും ശാസ്ത്രീയതയും നിലനിർത്തി എല്ലാ ഭാഗത്തൂടെയും കടന്നു പോകാൻ നമുക്ക് ശ്രമിക്കാം. ഈ പുതുവർഷം എന്ന് പറയുന്ന വാക്കിൽ തന്നെ ചില സാങ്കേതികമായിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഇതൊക്കെ ഇന്ന് വൈദേശികമായ രീതിയിൽ വന്നിരിക്കുന്ന ചില ഭാഷകളാണ്. എന്നാൽ യഥാർത്ഥത്തിൽ വർഷഫലം പണ്ട് മേടത്തിലായിരുന്നു ആരംഭിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് മലയാള രീതി അനുസരിച്ച് വർഷഫലം നമ്മൾ വിഷുവിൻ്റെ ഫലം ചിന്തിക്കും. ചിങ്ങമാസം മുതലാണ് നമ്മളുടെ മലയാള അല്ലെങ്കിൽ ജ്യോതിശാസ്ത്രത്തിൻ്റെ ശാസ്ത്രീയത അനുസരിച്ചുള്ള പുതുവർഷം നമ്മൾ കണക്കാക്കുന്നത്. ചിങ്ങം പോലുള്ള ഫലങ്ങളാണ്. പിന്നെ ഇത് ഇന്ന് പ്രായോഗികമായി ആചരിച്ച് വർഷങ്ങളോളം വന്നപ്പോൾ ഈ ജനുവരി മുതലുള്ള ഫലങ്ങൾ പറയും. അപ്പോൾ അതിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ആസ്ട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രഹങ്ങൾ എന്നാണ് അതിൻ്റെ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അർത്ഥം. പിന്നെ ലോഗോസ് എന്നൊരു വാക്ക്, ഇതെല്ലാം ഗ്രീക്ക് പദമാണ്. ഇപ്പോൾ നമ്മളുടെ കോടാനുകോടി നക്ഷത്രങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ 9 ഗ്രഹങ്ങളല്ലാതെ കണ്ടുപിടിക്കപ്പെടാത്ത ഗ്രഹങ്ങളുണ്ട്. ഈ ഇത്രയും വലിയ ഗ്രഹങ്ങൾ, ഈ കോടാനുകോടി നക്ഷത്രങ്ങളുള്ളപ്പോൾ അതിൽ 27 നക്ഷത്രം കൊണ്ട് മാത്രം ഇവിടെ എന്തുവാണ് ചിന്തിക്കുന്നത് എന്നുള്ള ചില ഇതുണ്ട്. അപ്പോൾ ആദ്യം നക്ഷത്രം എന്താണെന്ന് പഠിക്കണം. നക്ഷത്രം എന്ന് പറഞ്ഞാൽ ഈ മുകളിൽ മിന്നുമ്പോൾ കാണുന്ന സാധനമല്ല. ജ്യോതിശാസ്ത്രം നക്ഷത്രം എന്ന് വിഭാവന ചെയ്യുന്നത് ഭൂമിയോട് ഏറ്റവും അടുത്ത ഗ്രഹം ചന്ദ്രനാണ്, അല്ലേ? സയൻസ് ഏറ്റവും. അപ്പം ആ ചന്ദ്രനെ ശരിയായ രീതിയിൽ ഏറ്റവും കൂടുതൽ ഭൂമിയെ സ്വാധീനിക്കാൻ കഴിയുന്ന ചന്ദ്രനാണ്. അത് ഇത്ര അടുപ്പമുള്ളതുകൊണ്ട്. അപ്പോൾ ഈ ചന്ദ്രൻ
സഞ്ചരിച്ച് പോകുന്ന 27 സ്പേസിനെയാണ് ഇവിടെ 27 നക്ഷത്രം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏകദേശം കൃത്യമായ ഒരു കേന്ദ്ര ബിന്ദുവിനെ ആദ്യം ഉണ്ടാക്കിയതിന് ശേഷമാണ് വരാഹമിഹിരനും ഭാസ്കരാചാര്യനും പരാശരനും അവരുടെയൊന്നും ബോധതലത്തിലേക്ക് എത്താനായിട്ട് നമ്മളുടെ ഈ അളവുകൾ കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ ഈ 27 സ്പേസിൽ കൂടി ചന്ദ്രൻ കടന്നു പോകുമ്പോൾ ഈ ഭൂമി അടക്കമുള്ള ഈ പറയുന്ന ഗ്രഹങ്ങൾ, ആ ഗ്രഹങ്ങളെ ഓരോന്നിനെയും ഓരോരോ ഇപ്പോൾ ഭൂമിയെ ബുധനെ കൊണ്ട്, അപ്പോൾ അങ്ങനെ ഓരോ ഗ്രഹങ്ങളെ കൊണ്ട് ഓരോന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. കാരകത്വമുണ്ട്, ഗ്രഹങ്ങളുടെ കാരകത്വമുണ്ട്. അപ്പോൾ ഈ 9 ഗ്രഹങ്ങൾ 27 സ്പേസിൽ കൂടി കടന്നു പോകുന്ന ഈ ചന്ദ്രനും ഈ ഗ്രഹങ്ങളും തമ്മിലുള്ള ആകർഷണ വികർഷണം വെച്ച് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഭൂമിയിലേക്കും ആ ഭൂമിയിലെ പ്രകൃതിയിലേക്കും അതിലെ ചരാചരങ്ങളിലും അതിലെ മനുഷ്യരിലും ഉണ്ടാകുന്ന ഉയർച്ച താഴ്ചകൾ എന്താണ് എന്നാണ് ഇതിലൂടെ വിവക്ഷിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ കൂറുകൾ എടുക്കാം. കൂറ എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കേ ഉള്ളൂ, ചന്ദ്രൻ സഞ്ചരിക്കുന്ന രാശി. അത് ഒരു കൂറ് നമുക്ക് തെറ്റാതെ കണ്ടുപിടിക്കാം. ഇപ്പോൾ സാറ് ജനിച്ചത് ഒരു നക്ഷത്രമാണെങ്കിൽ ആ നക്ഷത്രം ഇപ്പോൾ അശ്വതിയാണെന്നിരിക്കട്ടെ, അശ്വതി നക്ഷത്രം മേടക്കൂറാണ് എന്ന് വെച്ചാൽ സാറ് ജനിക്കുന്ന സമയത്തെ ചന്ദ്രൻ മേടക്കൂറിലാണ്. അല്ലെങ്കിൽ മറ്റൊരാൾ രോഹിണിയിൽ ജനിച്ചു, രോഹിണിയിൽ ജനിക്കുന്ന ആളിൻ്റെ കൃത്യമാണ് ഇടവക്കൂറിൽ കൂടെ ചന്ദ്രൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതിനെ രോഹിണി എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ 12 കൂറുകൾ 9 ഗ്രഹങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഫലത്തിലേക്ക് വരുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് എല്ലാം ചിന്തിക്കാം. മനുഷ്യൻ്റെ ഫലം ചിന്തിക്കാം, പ്രകൃതിയുടെ ഫലം ചിന്തിക്കാം. ജ്യോതിഷത്തിൽ ഈ ഭൂമിക്ക് മുകളിൽ ആകാശത്തെ താഴെ എന്തൊക്കെയുണ്ടോ അതിനെ മുഴുവൻ ജ്യോതിഷം കൊണ്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. കഴിവുള്ളവരാ. ഇന്നിപ്പോൾ പലരും കുരുടൻ ആനയെ കാണുന്ന പോലെ. കാര്യം ശാസ്ത്രത്തെ തെറ്റായി ഉപയോഗിക്കുന്നു. അവിടെയാണ് ഈ സംശയം. ഇപ്പോൾ ഒരാൾക്കൊരു അറിവ് പൂർണ്ണ ഇൻഡൈജഷൻ ഓഫ് നോളജ് സബ്റ്റിൽ ഈഗോ എന്ന്, ദഹിക്കാതെ കിടക്കുന്ന അറിവാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. ശരിയായി ശാസ്ത്രം പഠിച്ചവർക്ക് അതില്ല. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ 12 രാശികൾ എങ്ങനെ നമ്മൾ രാജനൈതികം, സാർ പറഞ്ഞു ഭരണരംഗങ്ങളിൽ കൃത്യമായി പ്രവചിച്ചിട്ടുണ്ട്. ചില മന്ത്രിസഭ വീഴും, ചില മന്ത്രിസഭ കയറും, ചില മന്ത്രിസഭ ഇന്നാര് ഇന്ന ദിവസം ഇറങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വളരെ പരീക്ഷണാർത്ഥം ചെയ്തിട്ടുണ്ട്. കാര്യം ഞാൻ ഈ തിരുവിതാംകൂർ രാജകൊട്ടാരത്തിൻ്റെ ക്ഷണപ്രകാരം പ്രശ്നം വെച്ചതിന് ശേഷം ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന പൊളിറ്റീഷ്യൻസ് എന്നെ വന്ന് കണ്ടിട്ടുണ്ട്. അവരൊക്കെ എങ്ങനെ കയറും, അവരൊക്കെ എങ്ങനെ ഇറങ്ങുമെന്ന് പറയും. ഇന്ന് പറഞ്ഞവരൊക്കെ നിയമസഭയിൽ പലരും ഇരിപ്പുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ പറയുന്നില്ല. അതൊക്കെ പറയാൻ പറ്റും, സിമ്പിളാണ് അതൊക്കെ. ഇവിടെ നമുക്ക് 12 രാശിയുണ്ട്. ഈ പുതുവർഷത്തുള്ള ആൾക്കാരുടെ നോക്കാം. അതിൽ മേടക്കൂറ് എന്ന് പറയുമ്പം അശ്വതിയും ഭരണിയും കാർത്തിക നക്ഷത്രത്തിൻ്റെ കാലും, ഈ 3 നക്ഷത്രങ്ങൾ. ഈ നക്ഷത്രക്കാർക്ക് ശരിക്കും വ്യാഴം ഈശ്വരാധീനത്തിൻ്റെയും ധനത്തിൻ്റെയും ഒക്കെ കാരകനായിരിക്കുന്ന വ്യാഴം വിക്രമസ്ഥാനത്താണ്. ശരീരത്തിന് വൈഷമ്യങ്ങളുണ്ടാകാം, സാമ്പത്തികമായ ക്ലേശങ്ങളുണ്ടാകാം. അതുപോലെ തന്നെ മനസ്ഥാനത്ത് കേതുവിൻ്റെ, സന്താനങ്ങളുടെയും മനസ്സിൻ്റെ സ്ഥാനത്ത് കേതുവിൻ്റെ സാന്നിധ്യമുള്ളതുകൊണ്ട് മാനസിക ക്ലേശങ്ങൾ, സന്താനരിഷ്ടതകൾ. പിന്നെ അഷ്ടമത്തിലാണ് അവർ ഈ പ്രത്യേകിച്ച് ഈ മേടക്കൂറുകാർ, ഈ പറഞ്ഞ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർ ഇടപാടുകളൊക്കെ ചെയ്യുമ്പോൾ അത് സാമ്പത്തികമായിക്കോട്ടെ, അല്ലെങ്കിൽ വ്യാവസായികമായിക്കോട്ടെ, മറ്റു തരത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഗ്രഹനിർമ്മിതിയുമായി ബന്ധം, അതിനൊക്കെ ചിലപ്പോൾ തടസ്സങ്ങൾ വരാം. അത്തരം കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ ആ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ടാകാം. പിന്നെ ആരൂഢപതിയായിരിക്കുന്ന അല്ലെങ്കിൽ ആ കൂറിൻ്റെ ആധിപത്യമുള്ള ചൊവ്വ 9 നിൽക്കുന്നതുകൊണ്ട് കുറേ ദോഷങ്ങളുണ്ടെങ്കിലും ഒരു ഗുണമെന്ന് പറയുന്ന ആരൂഢപതി സ്വസ്ഥനായി നിൽക്കുന്നതുകൊണ്ട് ഇതൊക്കെ സ്വയം പരിഹരിച്ചു പോകാനുള്ള വഴികളുണ്ടാകും. പിന്നെ 11-ാമിടത്താണ് മേടക്കൂറുകാർക്ക് രാഹു. മുഖ്യമായിരിക്കുന്ന ദോഷം ഈ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർക്ക് 7.5 ശനിക്കാലമാണെന്നുള്ളതാണ്. അപ്പോൾ ആ ശനിയിൽ നിന്ന് വരുമ്പോൾ എന്താണ് ഇപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സുഖദുഃഖകരം കർമ്മ എന്നിട്ട് പറയുന്നുണ്ട്, തസ്യപങ്ക്തി ഗ്രഹാ സർവേ സൂചയന്തീഹ ജന്മനി. നമ്മൾ ഈ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ഗ്രഹവും രാവിലെ തിരുവനന്തപുരം സിറ്റി കൂടെ നടന്നു പോകുമ്പോൾ സൂര്യൻ വന്ന് സാറിൻ്റെയോ അല്ലെ എൻ്റെയോ തലയിലോട്ട് വീണ് ആരും മരിച്ചു പോയതായ ചരിത്രമൊന്നുമില്ല. ഒരു ഗ്രഹവും ആരെയും കൊല്ലാനും ദ്രോഹിക്കാനോ ഒന്നും. അവർ ചെയ്യുന്ന എന്താ, പൂർവജന്മാർജിത കർമ്മം ശുഭം വാ യതിവാ ശുഭം. നീ ഒരു ഗ്രഹസ്ഥിതിയിൽ വന്ന് ഇപ്പോൾ 5-ൽ നിൽക്കുന്നു, അല്ലെ 6-ൽ നിൽക്കുന്നു, 9-ൽ നിൽക്കുന്നു, 10-ൽ നിൽക്കുന്നു, ദോഷമായിട്ടാണെങ്കിലും ഗുണമായിട്ടാണെങ്കിലും അത് നിൽക്കുന്നത് തൽ സൂചയന്തീഹ ജന്മനി. നീ കഴിഞ്ഞ ജന്മത്തിൽ ഇന്ന പാപം ചെയ്തിട്ടുണ്ട്, ആ പാപത്തിൻ്റെ ഫലം നീ ഈ ജന്മത്തിൽ ഇന്ന സമയത്ത് അനുഭവിക്കുമെന്നുള്ള സൂചന മാത്രമാണ് ഗ്രഹങ്ങൾ. ഈ ഗ്രഹങ്ങളെ വെച്ച് ഒരുപാട് പേടിപ്പിക്കുന്നുണ്ട്. മനസ്സിലായി, രാഹു അങ്ങോട്ട് ഓടി ചൊവ്വ ഇങ്ങോട്ട്, ഒന്നൊരു കഥയില്ല. അപ്പം 7.5 ശനി എന്ന് പറയുമ്പോൾ എന്താണ്,
കഴിഞ്ഞ ജന്മത്ത് ചെയ്ത പാപങ്ങൾ ഒരു വ്യക്തി അനുഭവിക്കാനുള്ള കാലയളവ്. അങ്ങനെ ഒരു ദോഷം ഈ മേടക്കൂറുകാർക്കുണ്ട്. അടുത്ത ഇടവക്കൂറാണ്. ഇടവക്കൂർ എന്ന് പറയുമ്പോൾ അതിനകത്തിൽ രോഹിണി നക്ഷത്രം വരും. കാർത്തികയുടെ ബാക്കി ഭാഗം രോഹിണി നക്ഷത്രം, മകയിരത്തിൻ്റെ പകുതി. പകുതി എന്ന് പറഞ്ഞാൽ ഈ പകുതിയും കാലും എന്നൊക്കെ പറഞ്ഞാൽ ഒരു നക്ഷത്രം 60 നാഴികയാണ്. ആ 60 നാഴികയുള്ള നക്ഷത്രത്തെ 4 കൊണ്ട് ഹരിച്ചാൽ ഒരു പാദം 15 നാഴിക വരും. അപ്പം അതാണ് ഈ കാല് മുക്കാലെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ഇടവക്കൂറുകാർക്ക് പൊതുവെ നല്ലതാണ്. നല്ലതെന്ന് പറഞ്ഞാൽ വ്യാഴം ഇഷ്ടസ്ഥാനത്താണ്. ഈ ദോഷം ഉണ്ടാക്കുന്ന ഏഴരശനിയും കണ്ടകശനിയും അഷ്ടമശനിയും ഒക്കെ കൊടുത്ത് മറ്റുള്ളവർക്ക് ദ്രോഹം ഉണ്ടാക്കുന്ന ശനി ഇഷ്ടസ്ഥാനത്താണ്, 11ലാണ് നിൽക്കുന്നത്, സർവാഭിഷ്ടസ്ഥാനത്ത്. അപ്പോൾ ഒരു ഏറ്റവും വലിയ ഒരു ദ്രോഹം ചെയ്യുന്ന ഒരാൾ സഹായിയായി നിന്നാലോ, അപ്പോൾ ആ ഒരു ഗുണമല്ലേ അതിനകത്ത്. അപ്പോൾ അത് 11ാവിടത്താണ് നിൽക്കുന്നത്. ഇവർക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകും. അല്ലെങ്കിൽ അവരെന്ത് കാര്യത്തിലും സാമ്പത്തിക ഇച്ഛയോടുകൂടി ചെയ്താൽ അതിന് ഗുണമുണ്ടാകും. കരുതൽ ധനങ്ങൾ, പൂർവാർജിതമായ സ്വത്തുക്കൾ, ഇതൊക്കെ കിട്ടാനുള്ള യോഗമുണ്ട്. പിന്നെ 4ാമിടത്ത് കേതു ഉള്ളതുകൊണ്ട് ഭൂമി സംബന്ധമായിട്ടും വാഹന സംബന്ധമായിട്ടും ഒക്കെ ശ്രദ്ധിക്കണം. വാഹനാരിഷ്ടതകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ചില വിവാഹ വിഷയങ്ങളൊക്കെ മുടങ്ങി നിൽക്കുന്നവരൊക്കെ കാണും. എന്നുവെച്ചാൽ ചെറുപ്പക്കാർ ഇപ്പം ഈ പ്രവചനങ്ങളിൽ ഏറ്റവും വലിയൊരു ഫൂളറി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വാരികകളിലൊക്കെ വാരഫലം എഴുതും. അതിനകത്തിൽ 1 വയസ്സുകാരൻ തൊട്ട് 90 വയസ്സായി ചാകാനിരിക്കുന്നവൻ്റെ വരെയുണ്ട്. ഇതിൽ 85 വയസ്സായ ഒരു അമ്മ എടുത്ത് ഇതിങ്ങനെ വായിക്കുമ്പോൾ വിവാഹ യോഗം കാണുന്നു. 85 വയസ്സായി, ഇനി ഒരൊറ്റ യോഗമുള്ളൂ, മുകളിലേക്കുള്ള യോഗം. അപ്പം ഇതിൻ്റെ വൈരുദ്ധ്യാത്മകത പറയും. ഇതൊക്കെയാണ് ഈ ശാസ്ത്രത്തെ മലിനപ്പെടുത്തുന്നത്. പക്ഷെ ഇവിടെ ഞാൻ പറഞ്ഞത് വിവാഹം പ്രായമായി നിൽക്കുന്ന യുവതി യുവാക്കളുണ്ടെങ്കിൽ അവർക്ക് വൈവാഹികമായ കാര്യങ്ങളിലേക്ക് കടക്കാം. വിദേശ സഞ്ചാരത്തിന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള ഫലം ഉണ്ടാവും. പിന്നെ അഷ്ടമത്തിൽ ചൊവ്വ നിൽക്കുന്നുണ്ട്. അഗ്നി, അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി, വാഹനം, ഇതുപോലെയൊക്കെയുള്ള കൈകാര്യം ചെയ്യുമ്പോൾ ഈ ചൊവ്വ അഷ്ടമത്തിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള അപകടങ്ങളും അപായങ്ങളും ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. കർമ്മത്തിൽ രാഹുവാണ്. കർമ്മത്തിൻ്റെ സ്ഥാനത്ത് പൊതുവേ കുറേ മന്ദത അനുഭവപ്പെടും. എന്നുവെച്ചാൽ ഈ രാഹുവിനൊരു പ്രത്യേകതയുണ്ട്. പാമ്പിൻ്റെ സ്വഭാവം ഒരുപക്ഷെ സാറിന് അറിയായിരിക്കും. അതിനെവിടെ നിന്നെങ്കിലും ഒരു തവളയെ ഇരയെ കിട്ടിക്കഴിഞ്ഞാൽ ഇതെടുത്ത് വിഴുങ്ങിയിട്ട് അവിടെ കിടക്കും. പിന്നെ അത് ദഹിച്ചിട്ട് അടുത്തടുത്തോട്ട് പോകും. അപ്പോൾ ഈ ഒരു മന്ദഗതി കർമ്മഭാവത്തിൽ ഉണ്ടായേക്കാം. അതിന് രാഹുവിനെ ഭജിക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിനൊരു സാധാരണ നമ്മൾ പറയുമ്പോൾ ഈ കൂറിൻ്റെ ഫലങ്ങളും ആ ഫലങ്ങളനുസരിച്ചുള്ള ദോഷകാലഘട്ടത്തിൽ ചെയ്യേണ്ട പരിഹാരങ്ങളും കൂടെ നിർദ്ദേശിച്ചു പോകുന്ന ഒരു സമ്പ്രദായമുണ്ട്. അങ്ങനെ ചെയ്യാൻ രാഹുവിനെ കൂടുതൽ സർപ്പങ്ങളെ ആരാധിക്കുക, നവഗ്രഹ പ്രതിഷ്ഠയോടത്ത് രാഹുവിനെ പൂജിക്കലാണ് ചെയ്യുന്നത്. പൊതുവെ ഇവർക്കുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ വ്യാഴം ഈശ്വരാധീനത്തിൻ്റെ കാരകനായ വ്യാഴം അനുകൂല സ്ഥിതിയിലാണ്. ഇനി അടുത്ത കൂറെന്ന് പറയുന്നത് മിഥുനക്കൂറാണ്. ആ മിഥുനക്കൂറിൽ ജന്മത്തിൽ തന്നെ വ്യാഴമാണ്. ആ മിഥുനക്കൂറിൽ എന്ന് പറയുമ്പോഴത്തേക്കും പുണർദം നക്ഷത്രം വരും, തിരുവാതിര വരും, മകയിരത്തിൻ്റെ പകുതി നക്ഷത്രവും പുണർദവും പിന്നെ തിരുവാതിരയും ഒക്കെ മിഥുനക്കൂറിൽ വരും. ആ മിഥുനക്കൂറുകാർക്ക് പൊതുവെ ഒരു നല്ല സമയമാണ്. എന്ന് വെച്ചാൽ വ്യാഴം അനുകൂലമാണ് ഏത് കാര്യത്തിലും. പിന്നെ കർമ്മത്തിൽ ശനി നിൽക്കുക. കർമ്മത്തിൽ ശനി എന്ന് പറയുമ്പോൾ ജ്യോതിഷത്തിൻ്റെ ഭാഷയനുസരിച്ചൊരു കാര്യം പറയും, കർമ്മകണ്ടകൻ. ഈ ശനി അപകടകരമായ രീതിയിൽ നിൽക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അപകടം ചെയ്യുന്ന ഗ്രഹമാണ്. കാലാത്മാ ദിനകർ മനസ്തുകനകു സത്വം കുജോജ്ഞോ വജ ജീവോ ജ്ഞാനസുഖം സ്ഥിതം ചർന്നനോ ദുഃഖം ദിനേശാത്മജ. വരാഹമിഹിരൻ അദ്ദേഹത്തിൻ്റെ ദശാധ്യായിൽ ശനി ഓരോ ഗ്രഹങ്ങളെക്കുറിച്ച് പ്രകീർത്തിക്കുക. ആത്മാവാണ്, കാലത്തിൻ്റെ ആത്മാവാണ് ആദിത്യൻ. ആ വാക്കുകൾക്കൊക്കെ ഭയങ്കര പ്രത്യേകതയാണ്. അപ്പോൾ ദുഃഖം ദിനേശാത്മജ, മരണായ മന്ദഹാന്, മരണത്തെ തരും. അവസാന ഘട്ടത്തിലൊരു വ്യക്തിയുടെ എല്ലാ ഭൗതികത്തിൽ നിന്നും വിരക്തി വരുത്തിയിട്ട് ആ ജീവനെ ഇവിടുന്ന് വിളിച്ചോണ്ട് പോകാനുള്ള സപ്പോർട്ട് തരുന്നതും അല്ലേ അതിനുള്ള കാരണക്കാരൻ ശനിയാണ്. അപകടം, രോഗം, മരണം, രാജ്യാപത്ത് വരെ, രാജ്യത്തിന് പോലും ആപത്തുണ്ടാക്കുന്ന ഒരു സാധനമാണ്. അപ്പം അതിനെ കർമ്മത്തിൽ നിൽക്കുമ്പോൾ കർമ്മകണ്ടകൻ എന്ന് പറയും. അപ്പോൾ ആ 10ൽ ശനി കർമ്മകണ്ടകനായിട്ട് നിൽക്കുമ്പോൾ ഒരു നേതാവ് ജയിലിൽ കിടന്നിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ. അത് പ്രഭാകര സിദ്ധിയോഗിയെ പോലുള്ള മഹാത്മാക്കൾ ചെന്ന് കണ്ടപ്പോൾ പറഞ്ഞു, കർമ്മകണ്ടകനാ, സൂക്ഷിച്ചോ, ബന്ധനയോഗം കാണുന്നു, അകത്ത് കിടന്നു. മാർത്താണ്ഡവർമ്മ കണ്ടകശനി കാലഘട്ടത്തിൽ അമ്മച്ചിപ്പിളാവിനകത്തിൽ ബന്ധനത്തിലാവും. അത് കൃത്യമാണ്. അപ്പോൾ ആ കർമ്മകണ്ടക സ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് തൊഴിൽ രംഗം സൂക്ഷിച്ചോണം. ഇല്ലെങ്കിൽ എന്താ, കൂടെ നിൽക്കുന്നവൻ തന്നെ ചിലപ്പോൾ
കാലുവാരിയെന്ന് വരും, അല്ലെങ്കിൽ ഒരുപാട് പോരായ്മകളും വൈഷമ്യങ്ങളും കർമ്മസ്ഥാനത്ത് അനുഭവപ്പെട്ടെന്ന് വരും, തൊഴിൽ നഷ്ടം വന്നെന്ന് വരും. ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ തൊഴിൽ സ്ഥാനത്ത് നിൽക്കും. പക്ഷേ അതിനൊക്കെ പരിഹാരമുണ്ട്. ഉള്ള പരിഹാരം ശനിയെ ഭജിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഉപാസനയിലൂടെ, പ്രാർത്ഥനയിലൂടെ ശിവനും, ഇപ്പോൾ ശനിഗ്രഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ശാസ്താവ്, ശിവൻ, അതുപോലെ തന്നെ നവഗ്രഹങ്ങളിൽ ശനി, ഇവരെയൊക്കെ പ്രാർത്ഥിക്കാം. അതിനുള്ള പരിഹാരങ്ങളുണ്ട്. അത് ചെയ്യുക എന്നുള്ളതാണ് കൂടുതൽ. എന്നാലും ഇതൊക്കെ ഉണ്ടെങ്കിലും ഈ മിഥുനക്കൂറിൽ തന്നെ വ്യാഴം നിൽക്കുന്നതുകൊണ്ട് അവർക്ക് ദോഷം പരിഹരിച്ചു പോകാനുള്ള സംഗതിയും കൂടെ അതിനകത്ത് തന്നെ ഉണ്ട്. അടുത്തത് കർക്കിടകക്കൂറാണ്. ഇപ്പം നമ്മളിപ്പോൾ 3 കൂറിലുള്ള നക്ഷത്രങ്ങളുടെ ഫലങ്ങൾ പറഞ്ഞു. കർക്കിടകക്കൂറിൽ നിൽക്കുന്ന നക്ഷത്രങ്ങൾ പുണർതത്തിൻ്റെ കാലും പൂയം ആയില്യ, പൂയത്തിൻ്റെ മുഴുവൻ ഭാഗവുമുണ്ട്, ആയില്യമുണ്ട്. അപ്പോൾ ഈ കർക്കിടകത്തിൽ വന്ന് നിൽക്കുമ്പോൾ ഒരു ഗണം അവസാനിക്കുക. ഈ 27 നക്ഷത്രങ്ങളെ 9 ഭാഗിക്കുകയാണ്. സാറിന് പറഞ്ഞാൽ മനസ്സിലാവും. ഇപ്പം 27 നക്ഷത്രങ്ങളേ ഉള്ളൂ. ആ 27 നക്ഷത്രങ്ങളെ 9 വെച്ചിട്ട് 3 കൊണ്ട് ഭാഗിക്കുമ്പോൾ പിന്നെ 3 ഗണം വരും. ഒരു ഗണം തുടങ്ങുന്നിടത്തു നിന്നും ജനിക്കുന്നവരുണ്ട്, ഒരു ഗണം അവസാനിക്കുന്നിടത്ത് ജനിക്കുന്നവർ, ഗണാന്തം എന്ന് പറയുന്നത്, ഗണാന്തം. അപ്പോൾ അങ്ങനെ ആ കർക്കിടക രാശിയിൽ ഈ 3 നക്ഷത്രങ്ങളാണ്. കർക്കിടകക്കാർക്ക് കഴിഞ്ഞ ഒരു 3 മാസത്തിന് മുമ്പ് വരെ ഗുണമുണ്ടായിരുന്നു. കാര്യം ജന്മവ്യാഴമായിരുന്നു കർക്കിടക രാശിക്കാർക്ക്. എന്നാൽ ഇപ്പോൾ വ്യാഴം 12-ാം ഇടത്താണ്. ധനകാരകൻ ആയ വ്യാഴം 12-ാം ഇടത്ത് സഞ്ചരിക്കുമ്പോൾ ധനനഷ്ടമാണ്, ധനവ്യയം, വ്യയത്തെക്കുറിച്ച്, പാപത്തെക്കുറിച്ച് ഒക്കെ ചിന്തിക്കേണ്ട ഭാഗമാണ് 12-ാം ഭാവം ജന്മക്കൂറിൻ്റെ. ഇനി ഒരുപക്ഷെ വേറൊരു കാര്യമുണ്ട്. ഈ ജാതകത്തിൽ ഇവർക്ക് വ്യാഴം ബലവാനായി നല്ല രാശിയിലാണ് നിൽക്കുന്നതെങ്കിൽ ഈ ചാരവശാൽ വരുന്ന ഫലം വളരെ കുറച്ചേ സ്വാധീനിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ആ നക്ഷത്രക്കാർക്ക് 12-ാം ഇടത്താണ് വ്യാഴം. പിന്നെ അഷ്ടമത്തിൽ രാഹു ഉള്ളതുകൊണ്ട് ഇടവിട്ട് ഓരോ അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ വരാം. മരുന്നുമായിട്ടും ആശുപത്രിയൊക്കെ ആയിട്ട് ബന്ധപ്പെടേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാം. എന്നാൽ വിദേശ ഗുണങ്ങൾ, അതുപോലെ തന്നെ മാതാവിൽ നിന്നും കുടുംബത്തിൽ നിന്നുമൊക്കെയുള്ള ചില ഗുണങ്ങൾ, യാത്രാ സംബന്ധമായിരിക്കുന്ന നൂതനമായ വാഹനം, നൂതനമായ ഗ്രഹയോഗം, ഇതൊക്കെ ഇവർക്ക് കാണുന്നുണ്ട്. 5-ൽ ശുക്രനും ബുധനും ആദിത്യനുമാണ് ചാരവശാൽ. അപ്പോൾ അത് സന്താന സംബന്ധമായിരിക്കുന്ന സന്താനങ്ങളുടെ ഉയർച്ച ഗുണം ഇതൊക്കെ കാണിക്കുന്നുണ്ട്. എന്നാൽ സർജറിയെ നേരിടുന്നവർ വളരെ ശ്രദ്ധിക്കണം. കാര്യം 6-ാം ഇടത്ത് നിൽക്കുന്ന ചൊവ്വ ചാരവശാൽ രക്തത്തിൻ്റെയും മജ്ജയുടെയും ഒക്കെ കാരകനാണ്. ആ ചൊവ്വ അവിടെ നിൽക്കുന്നത് ദുസ്ഥനായിട്ടാണ്. അപ്പോൾ സർജറി പോലെയുള്ള കാര്യങ്ങളെ നേരിടുന്നവരും മറ്റു തരത്തിലുള്ള ചില ഒടിവോ ചതവോ തുന്നിക്കെട്ടിലോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാം ചൊവ്വ ദോഷസ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് ദേവിയെ ഭജിക്കുക, സുബ്രഹ്മണ്യനെ ഭജിക്കുക. പിന്നെ അഷ്ടമത്തിൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, അപ്പോൾ മരുന്നുമായി ബന്ധപ്പെട്ട്, ആരോഗ്യപരമായ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ആശുപത്രികളുമായിട്ട് ബന്ധപ്പെടുകയും മരുന്ന് കഴിക്കുകയൊക്കെ വേണ്ടി വരും. എന്നാൽ ചില സാധനാനുഷ്ഠാനങ്ങൾ ചെയ്യുന്നവർ, ഉപാസകന്മാർ, അല്ലെ അതുപോലെയൊക്കെയുള്ള ആത്മീയ രംഗങ്ങളിൽ നിൽക്കുന്നവർ, സാംസ്കാരിക രംഗങ്ങളിൽ നിൽക്കുന്നവർക്ക് ഉയർന്നു കയറി വരാനുള്ള സാഹചര്യം ഉണ്ടാവും. ശനി ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കർക്കിടകക്കൂറുകാരുടെ ഈ വർഷത്തെ ഒരു വാർഷികമായ ഫലം. പ്രധാനപ്പെട്ട, ഇപ്പം നമുക്ക് എല്ലാം കൂടെ വിശദമായി ജാതകം ചിന്തിക്കുന്നവർ ചിന്തിക്കാൻ പറ്റത്തില്ല. ചെറിയ പോയിൻറ്റ്സുകൾ നമുക്ക് പറയാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ പിന്നീട് ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ചിങ്ങത്തിൽ മകം, പൂരം, ഉത്രത്തിക്കാല്, മകം നക്ഷത്രം മൊത്തം, പൂരം, ഉത്രത്തിൻ്റെ കാല്. ഇത്രയും നക്ഷത്രക്കാർക്ക് എന്ത് കാര്യങ്ങളും മനസ്സിൽ ആഗ്രഹിക്കുന്നത് പോലെ അനുഭവിക്കാൻ സാഹചര്യമുള്ളൊരു സമയമാണ് ഈ പുതുവർഷം. കാര്യം വ്യാഴം 11-ാം ഇടത്താണ്. 11-ാം ഇടത്ത് ഇനി ഇടയ്ക്ക് വ്യാഴത്തിൻ്റെ മാറ്റമൊക്കെ ഉണ്ടായിട്ടുണ്ട്, മാറുകയും കയറുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും സർവാഭീഷ്ട സ്ഥാനത്താണ് വ്യാഴം. അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം പുതുതായി തുടങ്ങണമെങ്കിൽ അതിന് തുടക്കമിടാം. വിദേശങ്ങളിൽ നിന്നുള്ള സഹായം, അതുകൂടാതെ നല്ല ഉന്നത വ്യക്തിത്വങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സഹായങ്ങൾ, ഇതൊക്കെ കിട്ടാനുള്ള യോഗമുണ്ട്. പിന്നെ ഈ ക്രയവിക്രയങ്ങൾ ചെയ്യുമ്പോഴും സാമ്പത്തിക ഇടപാടുകൾ ചെയ്യുമ്പോഴും എഗ്രിമെൻറ്റുകൾ ഒപ്പുവെക്കുമ്പോഴും അതുപോലൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ നിയമപരമായിട്ട് റെക്കോർഡിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അതുമൂലം നിയമപ്രശ്നങ്ങളും സാമ്പത്തിക നഷ്ടങ്ങളും ഉണ്ടാവും. എന്നാൽ വളരെ പവർഫുള്ളായി പ്രവർത്തിക്കാൻ കഴിയുന്നൊരു വർഷമായത്. അതായത് വളരെ മന്ദഗതിയിലൊക്കെ ഇങ്ങനെ ഇടിച്ചിരിങ്ങി അയ്യോ ഞാൻ പുറകോട്ട് പോകണമല്ലോ എന്ന് വിചാരിച്ച് മൗഢ്യപ്പെട്ടിരിക്കുന്നവർക്കൊക്കെ വളരെ ശക്തമായി കയറി വരാനുള്ള ഫ്രെയിം ഉണ്ടാകും ഈ ഒരു വർഷം. പിന്നെ ഈ പറയുന്നത് പോലെ വൈവാഹികമായ കാര്യങ്ങൾ, ചിലരൊക്കെ എടുക്കുന്ന തീരുമാനങ്ങൾ, ഇന്നിപ്പോൾ കൂടുതലും നമ്മുടെ സംസ്കാരത്തിന് സ്വയംവരമൊന്നുമല്ല, ഗാന്ധർവ രീതിയിലുള്ള വിവാഹങ്ങളും
ലിവിങ് ടൂതറും ഒക്കെയാണ്. അപ്പോൾ ഈ പണ്ട് പറയുമല്ലോ കനകം മൂലം കാമിനി മൂലം എന്ന് പറയുമല്ലോ. അപ്പം 7ാം ഭാവം വിവാഹത്തെക്കുറിച്ചും മൊറാലിറ്റിയെക്കുറിച്ചും വരവ് പോക്കിനെക്കുറിച്ചും ഒക്കെ ആ ഭാവത്തിൽ രാഹു ദോഷകാരനാണ് ഇരിക്കുകയാണ് ചിങ്ങക്കൂറുകാർക്ക്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഇപ്പോൾ കണ്ടില്ലേ, ചില നേതാക്കന്മാർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത സാഹചര്യം. കാര്യം ഇത് ഗ്രഹങ്ങളാണ്. ഗ്രഹങ്ങൾ പിഴച്ചാൽ, ഗ്രഹങ്ങൾ ചതിച്ചാൽ പെട്ടുപോകും. അതാണ് പരാശര മഹർഷിയെക്കുറിച്ച് ശ്രീനാരായണ പ്രകൃതി പിടിച്ച് ചുഴറ്റിടും പോലെ സുകൃതികൾ പോലും മഹൻ. ആ പ്രകൃതിയിലെ ഗ്രഹേശന്മാരൊരു കറക്ക് കറക്കിയാൽ രാജാവ് യാചകനാകും, യാചകൻ രാജാവാകും, നല്ലവൻ കെട്ടവനാകും. അപ്പം ഇവിടെ അത് ശ്രദ്ധിക്കണം. ഈ രാഹു അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന ഒരാളാണ്. അഷ്ടമത്തിൽ ശനിയാണ്, ആയുസ്സിൻ്റെ ഭാഗം. ചിലർക്കൊക്കെ ലാസ്റ്റ് നമ്മൾ പറയുമല്ലോ ജനഗണമന പാടുന്ന സാഹചര്യം, ചില പ്രായാധിക്യം കൊണ്ടുവന്നവർ. അതുപോലെ തന്നെ ചില ദശാകാലങ്ങൾ മോശമായ ആയുർദായം ഈ കൂറുകാർ ശ്രദ്ധിക്കണം. അതായത് ഈ മകം പൂര ഉത്തരത്തിൽ കാല് അവർക്ക് അഷ്ടമ ശനിയാണ്. അഷ്ടമത്തിൽ ശനി നിന്നാൽ കഷ്ടം എന്നാണ്, പലതരത്തിലുള്ള കഷ്ടങ്ങൾ അനുഭവപ്പെടും. അങ്ങനെയൊക്കെയാണെങ്കിലും 11ാമത്തെ വ്യാഴം നിൽക്കുന്നുണ്ട്. പൊതുവേ ഈ ചിങ്ങക്കൂറുകാർക്ക് ഒരു 50-60% പോസിറ്റീവ് ആംഗിളിൽ പോകാം. ഇനി അടുത്തത് നമുക്ക് ചിന്തിക്കേണ്ട കന്നിക്കൂറാണ്. കന്നിക്കൂറിൽ ഉത്തരത്തിൽ മുക്കാലും അത്തം നക്ഷത്രവും ചിത്തിര, ഈ 3 നക്ഷത്രങ്ങളാണ് കന്നിക്കൂർ. അപ്പോൾ കന്നിക്കൂറുകാർക്ക് സംബന്ധിച്ചിടത്തോളം കർമ്മത്തിൽ വ്യാഴമാണ്. നമ്മൾ പറയത്തില്ലേ തൊട്ടതെല്ലാം പൊന്നാകുമല്ലോ. ഈ സമയത്ത് ഇവരെന്തെങ്കിലും ഒരു കാര്യത്തിൽ കൈവച്ച് കഴിഞ്ഞാൽ അത് വളരെ നന്നായി. വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം തന്നെയല്ല, ഉന്നത വിദ്യാഭ്യാസത്തിന് തയ്യാറെടുക്കുന്നവർ, ശാസ്ത്ര വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ സ്പേസ് എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ വൈദ്യവുമായി ബന്ധപ്പെട്ടോ ഗവേഷണപരതയുള്ള അത്തരം ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെടുന്നവർക്ക് നന്നായി. പ്രത്യേകിച്ച് ഇവിടെ ന്യായാധിപന്മാർക്ക് ഇപ്പോൾ തന്നെ നമ്മുടെ ഒരു വിശേഷമായ വിധി വന്നപ്പോൾ അതിൻ്റെ കാർമ്മികത്വം വഹിച്ച ആ ന്യായാധിപനെ എല്ലാവരും അറിഞ്ഞു. അതിനു മുമ്പ് ഒരു കേരളത്തിലുണ്ടായിരുന്നു. പക്ഷേ ആ സമയം വന്നപ്പോൾ, അതാണ് സമയത്തിൻ്റെ പ്രത്യേകത, ന്യായാധിപന്മാർക്ക്, ദണ്ഡനീതിസ്ഥന്മാർ കൈകാര്യം, രാജ്യനൈതിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക്, ജനപ്രതിനിധികൾക്കൊക്കെ ഭയങ്കരമായി ഗുണമുണ്ടാക്കുന്ന, അതായത് ഈ അത്തത്തിലും ഉത്തരത്തി മുക്കാലിലും ചിത്രയിലും ഒക്കെ ജനിച്ചിട്ടുള്ള ഈ പറഞ്ഞതുപോലുള്ള ന്യായാധിപന്മാർക്ക് അല്ലെങ്കിൽ രാജനൈതിക വൃത്തി ചെയ്യുന്നവർക്ക്, ജനപ്രതിനിധികൾക്കൊക്കെ ശോഭിക്കാൻ നല്ലോണം. ഇപ്പം തന്നെ കണ്ടില്ലേ, പണ്ട് പിന്നെ രാഷ്ട്രീയത്തിൽ നിന്ന് പലരും പിന്തള്ളപ്പെട്ടു, പുതിയ ആളുകൾ കയറി വന്നിരിക്കുന്നു. അപ്രതീക്ഷിതമായിരിക്കുന്ന സമയത്ത് ഇത് അവരെ സഹായിച്ചത് ഈ ഗ്രഹങ്ങളുടെ യോഗമാണ്. നമ്മുടെ അടുത്ത് തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ അങ്ങനെ പലർക്കും പല ഗുണങ്ങളുണ്ടായിട്ടുണ്ട്. പെട്ടെന്ന് ഒന്നൊന്നും അല്ലാത്ത ഫ്രെയിമിൽ നിന്ന് പെട്ടെന്ന് കയറുന്നു, മത്സരിക്കുന്നു, ജനപ്രതിനിധിയാകുന്നു. അപ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതൊക്കെയാണ് അതിനകത്തിലെ കാര്യങ്ങൾ. പിന്നെ ഭൂമി ലാഭം ഉണ്ടാകും, പൂർവ്വ കുടുംബസ്വത്തിൻ്റെ ലാഭം ഉണ്ടാകും. പിന്നെ ഈ പറഞ്ഞതുപോലെ കണ്ടകശനിയാണ്. കണ്ടകശനി അത് കേന്ദ്ര രാശിയിൽ നിൽക്കുന്നത് കൊണ്ടും ദാമ്പത്യപരമായിരിക്കുന്ന ചില ഭംഗങ്ങൾ ഉണ്ടാകാം. ചില ദമ്പതി ജീവിതത്തിലുള്ള ചില പ്രശ്നങ്ങളും വ്യവഹാര വിഷയങ്ങളൊക്കെ ഉണ്ടാകാം. അതിന് ശരിക്കും ശനിയെ, ശാസ്താവിനെ ഭജിക്കുന്നത് നല്ലതാണ്. ശനീശ്വര പൂജകൾ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ അതൊക്കെയാണ്. അത് വലിയ കുഴപ്പമില്ല. ഈ കന്യാകൂറുകാർക്ക് വലിയ പ്രശ്നങ്ങളില്ല. പിന്നെ ഉള്ളത് തുലാക്കൂറാണ്. തുലാക്കൂറിൽ ചിത്തിര, അതുപോലെ തന്നെ വിശാഖം നക്ഷത്രം, ചോതി നക്ഷത്രം, ഇത്രയാണ് തുലാക്കൂറിലുള്ളത്. തുലാക്കൂറുകാരെ മൊത്തത്തിലെ കണിശക്കാരാണ്. അപ്പോൾ അവർക്ക് ഏറ്റവും ഭാഗ്യദായകമായ സമയമാണ് 9ൽ വ്യാഴമാണ്. അത് പ്രമാണത്തിൽ പറയും ഭാഗ്യസ്ഥാനഗതയെ തദ്വേ പ്രാണിന്യപേക്ഷിത, എന്തൊക്കെ തരത്തിലുള്ള അഭീഷ്ടങ്ങൾ നിനക്ക് എന്തൊക്കെ തരത്തിലുള്ള അഭീഷ്ടങ്ങൾ വേണോ ആ അഭീഷ്ടങ്ങൾ തരാമെന്നുള്ള സൂചിപ്പിക്കുന്ന തരത്തിലുള്ള സ്ഥാനത്താണ് വ്യാഴത്തിൻ്റെ പൊസിഷൻ. ഇതൊക്കെ പറയുന്നെങ്കിലും ഒരു പ്രധാനം, ഈ നവഗ്രഹങ്ങളിൽ ആദിത്യനാണ് പ്രാധാന്യം എന്നൊക്കെ പറയുന്നെങ്കിലും ഇതിനകത്തിലെ കിങ് മേക്കർ എന്ന് പറയുന്നത് വ്യാഴമാണ്. കാര്യം വ്യാഴം ധനത്തിൻ്റെ കാരകനാണ്, ബുദ്ധിയുടെ കാരകനാണ്, ഈശ്വരാധീനത്തിൻ്റെ കാരകനാണ്. ഇത്രയും കാരകത്വം വ്യാഴത്തിനുണ്ട്. ആ വ്യാഴം അനുകൂലമായിരിക്കുന്ന, ഏറ്റവും അനുകൂലമായ പൊസിഷനിൽ നിൽക്കുന്ന ഈ കൂറുകാർക്കാണ്. അതായത് പിന്നെ ചിത്തിര, ചോതി, പിന്നെ വിശാഖം, ഈ നാളുകൾ തുലാക്കൂറുകാർക്ക്. അപ്പോൾ ആ തുലാക്കൂറുകാർക്ക് നല്ല ഒരു സമയമാണ് പൊതുവേ ഉള്ളത്. പിന്നെ ഒരു ന്യൂനതയായിട്ട് പറയാനായിട്ട് പ്രത്യേകിച്ചൊന്നും തുലാക്കൂറിൽ പ്ലാനറ്ററി പൊസിഷൻ ചൊവ്വയുടെ ഒരു സ്ഥിതി മാത്രമേ ഉള്ളൂ. അത് സഹായികളെ ശ്രദ്ധിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സഹായ സ്ഥാനത്തുനിന്ന് അല്ലെങ്കിൽ സഹോദര സ്ഥാനത്തുനിന്ന് ചില വൈകല്യങ്ങളും വൈഷമ്യങ്ങളൊക്കെ ഉണ്ടാകാം. പൊതുവേ തുലാക്കൂറുകാർക്ക് നല്ല ഇതാണ് ഈ വർഷം. അടുത്തതിന് വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽ ഈ കേട്ട, വിശാഖ, അനിഴം നക്ഷത്രക്കാരാണ്. അനിഴം നക്ഷത്രമുണ്ട്, തൃക്കേട്ട നക്ഷത്രമുണ്ട്. തൃക്കേട്ട നക്ഷത്രത്തിനും
ഈ പറഞ്ഞ വൃശ്ചികക്കൂറിൽപ്പെട്ട ഈ നക്ഷത്രക്കാർക്ക് മനസ്ഥാനത്താണ് ശനി നിൽക്കുന്നത്. അപ്പം മനസ്ഥാനം എന്ന് പറയുമ്പോൾ മനസ്സ് മാത്രമല്ല, സന്താനങ്ങൾ, പൂർവ്വപുണ്യം, മനസ്സ്, ഇതിൻ്റെയൊക്കെ ഭാഗത്താണ് ശനി നിൽക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ അരിഷ്ടതകളുണ്ടാകും, മാനസിക ക്ലേശങ്ങൾ. അപ്പം നമ്മൾ കണ്ടില്ല, ചിലപ്പോൾ ചുമ്മാ ഇരിക്കുമ്പോൾ നമുക്ക് വിഷാദം വരിക. കാരണം ഇതൊരു സത്യമാണ്. കാര്യം നമ്മൾ ഏറ്റവും വേലി ഇറക്കം ഉണ്ടാകുന്ന ചന്ദ്രൻ്റെ ആകർഷണ വികർഷണങ്ങളിലൂടെയാണ്. അതുപോലെ തന്നെ ഈ കറുത്ത വാവിനോട് എടുക്കുന്ന സമയത്ത് ശ്വാസകോശ രോഗികൾക്ക് ശ്വാസം ഭയങ്കരമായിട്ട് വലിക്കേണ്ടി വരും, ആസ്മാരോഗം വർദ്ധിക്കും. ഈ വേലിയേറ്റമുള്ള സമയത്ത് പല ആളുകളും ഓപ്പറേഷൻ ചെയ്യാൻ പോലും പാടില്ല, ഇത് കൂടും. അപ്പം ഈ ഗ്രഹങ്ങൾ ചുമ്മാതിരിക്കുമ്പം മനസ്സിനെ ചന്ദ്രൻ കറുത്ത വാവിലേക്ക് പോകുമ്പോൾ മനക്കാരൻ വാവിലേക്ക് പോകുമ്പോൾ മനസ്സിന് വിഷാദം വരും. അതുപോലെ ശനി വിഷാദം ഉണ്ടാക്കുന്ന ഗ്രഹമാണ്. അപ്പം ആ ശനി ആ വിഷാദ സ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് പൊതുവെ സന്താന മനക്ലേശങ്ങൾക്ക് കാരണമുണ്ടാകും. വ്യാഴം അഷ്ടമത്തിലാണ്. അപ്പോൾ ധനപരമായിരിക്കുന്ന കാര്യങ്ങളിൽ ചില നഷ്ടങ്ങളുണ്ടാകും. എന്നാൽ ശരീര സുഖം ലഭിക്കും അഷ്ടമത്തിൽ നിൽക്കുന്ന വ്യാഴം. അതിലൊക്കെ ഉപരി യാത്രകൾ വേണ്ടി വരും. ചില ആളുകൾക്ക് ഈ അങ്ങാദിത്യ ഫലം, ഇരിക്കാൻ നേരമില്ലാതെ ഓടുന്നവരെ കണ്ടിട്ടില്ലേ? കാലിൽ ഇങ്ങനെ ഈ മോട്ടോർ ഘടിപ്പിച്ചവർ പോലെ ഓടും. അപ്പം അങ്ങനെ ഓടേണ്ട ഒരു വർഷമാണ് ഈ കൂറുകാർക്ക്. 4-ാം ഇടത്ത് രാഹു നിൽക്കുന്നുണ്ട്. പിന്നെ ആരുടെ കൂറിൻ്റെ അധിപൻ തന്നെ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് വാക്ചാതുര്യം, എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് നേടേണ്ടടുത്ത്. ഇപ്പോൾ സംസാരിച്ച് നേടേണ്ട ആൾക്കാരാണ് അധ്യാപകർ, അതുപോലെ തന്നെ അഭിഭാഷകർ, അതുപോലെ തന്നെ ജനപ്രതിനിധികളൊക്കെ സംസാരം കൊണ്ട് നേട്ടം ഉണ്ടാക്കേണ്ടവരാണ്. ഞങ്ങൾ ജ്യോതിഷന്മാരും അങ്ങനെ തന്നെ വേണം. പക്ഷേ ആ സംസാരം നല്ല രീതിയിലാകണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ആ ഒരു ഗുണം കാണുന്നുണ്ട്. പിന്നെ അടുത്തത് ധനുക്കൂറാണ്. ആ ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്രാടം, അതുപോലെ തന്നെ മൂലം നക്ഷത്രം, ഇതൊക്കെയാണ്. പൂരാടം നക്ഷത്രം, ഉത്രാടം നക്ഷത്രം, പിന്നെ മൂലം നക്ഷത്രം, ഇത്രയാണ് ധനുക്കൂറിൽ വരുന്നത്. ധനുക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം നല്ല നിവൃത്തിസ്ഥാനാധിപൻ, അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യസാധ്യം നടത്തണമെന്ന് വിചാരിക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം ഈ വർഷം സാധിക്കും. അവരുദ്ദേശിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം സാധിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ഗ്രഹങ്ങളെല്ലാം ചെയ്തോളൂ എന്ന് പറഞ്ഞ് നമ്മൾ കതവ് അടച്ച് കയറി പെട്ടിപ്പുറത്തിരിക്കണമെന്നല്ല. നമ്മളുടെ റോള് ചെയ്യണം. താൻ പാതി ദൈവം പാതി എന്ന് വെച്ചാൽ പ്രവർത്തിച്ചാൽ അനുകൂലമായ റിസൾട്ട് തരാൻ പറ്റുന്ന സാഹചര്യമാണ് എന്ന് ഗ്രഹങ്ങൾ സൂചിപ്പിക്കുന്ന സമയമാണെന്നാണ് പറഞ്ഞത്. അതാണ് അതിൻ്റെ അന്തരാർത്ഥം. അപ്പോൾ അങ്ങനെ വ്യാഴം അനുകൂല സ്ഥാനത്തിന് വിവാഹം നടക്കേണ്ടവർക്കെല്ലാം വൈവാഹികമായിരിക്കുന്ന യോഗം വരും. ഞാൻ മുമ്പേ പറഞ്ഞ പോലല്ല, വൈവാഹികമായ പ്രായപടുത്ത് നിൽക്കുന്നവർക്ക് പെട്ടെന്ന് തന്നെ വിവാഹയോഗം കാണുന്നുണ്ട്. പിന്നെ ഉന്നത വിദ്യാഭ്യാസ യോഗം കാണുന്നുണ്ട്. പക്ഷേ അവർ വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോഴും യാത്രകൾ ചെയ്യുമ്പോഴും മറ്റു തരത്തിലുള്ള ഇടപാടുകൾ നടത്തുമ്പോഴും ഒക്കെ തന്നെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കുടുംബത്തിൻ്റെ ചില ഉത്തരവാദിത്തങ്ങൾ കൂടുതലായി ഏറ്റെടുത്ത് ഓടേണ്ടതായിട്ട് വരും. അതാണ് ധനുക്കൂർ. ധനുക്കൂറിന് പൊതുവെ നല്ല ഒരു സമയമാണ്. പിന്നെ കണ്ടകശനി ആണെന്നുള്ളത്, കണ്ടകശനി, അഷ്ടമശനി, ഏഴരശനി, ഇതൊക്കെ ഉള്ളവർക്ക് അവൻ സ്വാധീനിക്കും. ഇടവിട്ടിടവിട്ട് ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ, ചില നോയ്സൻസ് പേഴ്സണാലിറ്റീസ് ഉണ്ട്. ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പ്രധാന കാര്യം പറഞ്ഞുകൊണ്ട് ഇവർ വേണ്ടിടത്തും വേണ്ടാത്തിടത്തും കയറി ഇടപെടും. അപ്പം എന്ന് പറയുന്നത് പോലെയാണ് ഇത്. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. അപ്പം പിന്നെ ഇനി മകരക്കൂറിനെ സംബന്ധിച്ചിടത്തോളം മകരക്കൂറിൽ ഉത്രാടത്തിൻ്റെ പകുതിയും ഉത്രാട നക്ഷത്രവും തിരുവോണവും അവിട്ടം പകുതി, ഉത്രാട നക്ഷത്രത്തിൻ്റെ ബാക്കിയും തിരുവോണ നക്ഷത്രവും അവിട്ടത്തിൻ്റെ അരയും മകരക്കൂറിലാണ്. ഈ മകരക്കൂറേ തന്നെ ഒരു ദുർഘട രാശിയാണ്. മകരക്കൂറുകാർ ഭയങ്കര ഔട്ട്സ്റ്റാൻഡിങ് പേഴ്സണാലിറ്റീസ് ആയിരിക്കും. കാരണം ഇന്ദിരാഗാന്ധി മകരക്കൂറാണ്. പണ്ട് ഓർമ്മയുണ്ടോ, വെടിവെച്ചിടുമെന്ന് പറഞ്ഞപ്പോൾ അതുവഴി തന്നെ പറന്നുപോയി. അങ്ങനെ നമ്മുടെ രജനീകാന്ത്, ഇവരൊക്കെ തിരുവോണ നക്ഷത്രം. ഇത് ഞാൻ പറയാൻ കാര്യം, ഞാൻ തിരുവോണ നക്ഷത്രമാണ്, ഞാൻ മകരക്കൂറുകാരനാണ്. അതുകൊണ്ട് നമ്മളെ ഇതായിട്ട് പറയുകയല്ല. മകരക്കൂറുള്ള നക്ഷത്രക്കാരിലെടുത്ത് ഔട്ട്സ്റ്റാൻഡിങ് പേഴ്സൺ, ചില എക്സ്ട്രാ ഓർഡിനറി ആൾക്കാരുണ്ട്. സാർ പണ്ട് പറഞ്ഞതില്ലേ, പിന്നെ IQ ഉള്ളവരുണ്ട്, SQ ഉള്ളവരുണ്ട്, EQ, ഇത് മൂന്നും കൂടി ഉള്ളവരായിരിക്കും. കാര്യം അത്രയ്ക്കൊരു പ്രത്യേകത ആ രാശിക്കുണ്ട്. ഭഗവാന്റെ പിന്നെ നക്ഷത്രം തിരുവോണം, തിരുവ് ചേർത്ത് 2 നാളേ ഉള്ളൂ, ഒന്ന് തിരുവാതിരയും ഒന്ന് തിരുവോണം. അപ്പം തിരുവോണം നക്ഷത്രം ഈ കൂറിലാണ്. ഉത്രാടത്തിനും തിരുവോണത്തിനിടയിൽ ഭഗവാൻ ശംഖചക്ര ഗദാപത്മധാരിയായിട്ട് പ്രത്യക്ഷപ്പെടുന്ന അഭിജിത്ത് മുഹൂർത്തം, എല്ലാത്തിനും അത് ഈ കൂറിലാണ് ആ നക്ഷത്രമുള്ളത്. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് സവിശേഷതകൾ ഉണ്ടെങ്കിലും ഈ ജാതകത്തിൽ വ്യാഴം സ്വസ്ഥനായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഈ വിപരീത ഫലം വരാനും ബാധിക്കത്തില്ല. എന്നാലും കുറച്ചൊക്കെ ബാധിക്കും. 2-ാം ഇടത്ത് രാഹുവാണ്. സംസാരിച്ച് നേട്ടം ഉണ്ടാക്കാനുള്ളത് മൊത്തം നേട്ടം ഉണ്ടാക്കും.
വൈദ്യന്മാർക്ക് ഏറ്റവും നല്ലതാണ്, അധ്യാപകർക്ക് ഏറ്റവും നല്ലതാണ്, ഈ പറഞ്ഞ അഭിഭാഷകർക്കും ജനപ്രതിനിധികൾക്കും എല്ലാം ഏറ്റവും നല്ലതാണ്. മാധ്യമരംഗത്ത് നിൽക്കുന്ന സുഹൃത്തുക്കളുണ്ടല്ലോ, ദൃശ്യമാധ്യമങ്ങൾ, പത്രമാധ്യമങ്ങൾ, അങ്ങനെയൊക്കെയുള്ള മാധ്യമരംഗത്ത് നിൽക്കുന്ന സുഹൃത്തുക്കൾക്ക് ഏറ്റവും ശോഭിക്കാൻ കഴിയുന്ന സമയമാണ് ഈ ഒരു വർഷം. മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്സ്, മെഡിക്കൽ സ്റ്റോക്കിസ്റ്റ്, മെഡിക്കൽ മാനുഫാക്ചറേഴ്സ്, ഇവർക്കൊക്കെ അതുകൊണ്ട് ഗുണമുണ്ടാകും. ഇത്രയും ഞാൻ വിശദമായിട്ട് പറയുന്നത് എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ, കാര്യം ഞാൻ അതിൽ കൂടി ഇങ്ങനെ ഓടുന്നത് കൊണ്ടാണ്. മനസ്സിലായോ ഏത് അടിത്തട്ട് വരെ പോകും എന്നുള്ളത്. അപ്പോൾ അത് അത്രയുമാണ്. പിന്നെ വ്യാഴത്തെ ഭജിക്കുക, വിഷ്ണു പ്രീതികരമായ കർമ്മങ്ങൾ ചെയ്യുക. പൊതുവേ മകരക്കൂറുകാർക്ക് നല്ല ഫലങ്ങളുമുണ്ട്. പിന്നെ ഏഴര ശനിയുടെയൊക്കെ ദോഷമൊക്കെ മാറിയിട്ടുണ്ട്. അടുത്തത് കുംഭക്കൂറാണ്. കുംഭക്കൂറിനകത്തിലുള്ള നക്ഷത്രം അവിട്ടത്തിൻ്റെ പകുതി, പിന്നെ ചതയ നക്ഷത്രം, പൂരുരുട്ടാതിയുടെ മുക്കാലും, ഇത്രയും നക്ഷത്രക്കാർ കുംഭക്കൂറുകാർക്ക് സന്താനങ്ങൾ ലഭിക്കാതെ പുത്രസന്താന ഭാഗ്യമില്ലാത്തവർക്ക് സന്താന യോഗം കാണുന്നുണ്ട്. അതുപോലെ തന്നെ ബുദ്ധിപരമായ കർമ്മങ്ങൾ ചെയ്യുന്നവർക്കെല്ലാം നല്ല ശരിക്ക് കലാകാരന്മാർ, ഈ സാഹിത്യകാരന്മാർ, സിനിമ തുടങ്ങിയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ തന്നെ നല്ലോണം ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സമയമാണ്. ധനപരമായി നന്നായിരിക്കും, സന്താനങ്ങളെ കൊണ്ട് സന്തോഷം, അല്ലെ സന്താനങ്ങളുടെ ഭാവിക്ക് ഗുണമുണ്ടാകും. പിന്നെ അവർക്ക് ഏഴര ശനി ആണെന്നുള്ളതേ ഉള്ളൂ. കാര്യം ചിലപ്പോൾ ചിലത് കപ്പിനും ലിപ്പിനും ഇടയിൽ നഷ്ടപ്പെട്ടു പോകത്തില്ല, അങ്ങനെ ചില അനുഭവങ്ങളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള അനുഭവങ്ങൾ ശനിയുടെ ദോഷയോഗം കൊണ്ടാണ്. അപ്പോൾ അവർ ശനിയെ ഭജിക്കണം. നമുക്കിതിനകത്ത് ചില എന്താ പറയേണ്ട ത്രെഡുകൾ പറഞ്ഞു പോകാനേ പറ്റത്തുള്ളൂ. ആധികാരികമായ ഒരാൾ എന്ത് ചെയ്യണമെന്നുള്ളത് ശാസ്ത്രത്തിൻ്റെ രീതി അനുസരിച്ച്, പാരമ്പര്യ രീതി അനുസരിച്ച് നോക്കി വേണം പറയാൻ. പക്ഷേ എന്നാൽ ഒരാൾക്ക് പറയത്തില്ലേ ഒറ്റമൂലി, ചില ഒറ്റമൂലി കൊണ്ട് ചിലപ്പോൾ വലിയ രോഗം മാറിയേക്കും എന്ന് പറയുന്നത് പോലെ അവർ ശനിയെ ഭജിക്കുക. പൊതുവേ അവർക്ക് നല്ല ഒരു സമയമാണ്. ചൊവ്വ നല്ല രാശിയിലാണ് നിൽക്കുന്നത്, ആദിത്യനും ബുധനും ശുക്രനും നല്ല രാശിയിലാണ് നിൽക്കുന്നത്, വ്യാഴ അനുകൂല സ്ഥിതിയിലാണ്. ഏഴരശനി ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. ഒരു കൂടുതലായിട്ടുള്ള ഭജന നവഗ്രഹ പൂജ ചെയ്യിക്കും, അതാണ് ചെയ്യേണ്ടത്. പിന്നെ അടുത്തത് മീനക്കൂറാണ്. മീനക്കൂറിനോട് കൂടി പറയുമ്പോൾ നമ്മുടെ രാശിചക്രം തീർന്നു. കാര്യം അവിടെ പൂരുരുട്ടാതിയുടെ കാല്, ഉത്തരട്ടാതി, രേവതി, ഇത്രയും നക്ഷത്രക്കാരാണ്. അപ്പോൾ ഇവർക്ക് പ്രത്യേകിച്ച് ഈ മീനക്കൂറിനൊരു കുഴപ്പമുണ്ട്. മത്സ്യോഹടി പരസ്പരം ഒരു സൈഡിലേക്ക് തലയും രണ്ട് മത്സ്യങ്ങളാണ്. ആ മത്സ്യത്തിൻ്റെ ഒരു സൈഡിലേക്ക് ഒരു മത്സ്യത്തിൻ്റെ തലയാണെങ്കിൽ അടുത്ത മത്സ്യത്തിൻ്റെ വാലിവിടെയാണ്. അപ്പം കോൺട്രവേഴ്സറിയാണ് ഈ സ്വഭാവം ഇവർ കാണിക്കും. തല വെക്കുന്നിടത്ത് വടിയും, വടി വെക്കുന്നിടത്ത് തലയും വെക്കത്തില്ലെന്ന് പണ്ടുള്ളവർ പറയുമല്ലോ. ഈ കോൺട്രവേഴ്സറിയൽ കാര്യം ചില മീനക്കൂറുകാരെ ഞാൻ പരിശോധിച്ച് നോക്കിയിട്ടുണ്ട്. അവർ ചിലപ്പോൾ ഒരു ഓഫീസിൽ ഒരു ചെയറും ഒരു മേശയും ഇപ്പം തെക്ക് വടക്കായിട്ടാണ് ഇടുന്നതെങ്കിൽ 16ാമത്തെ ദിവസം അവരതെടുത്ത് തിരിച്ച് കിഴക്ക് പടിഞ്ഞാറായിട്ടിടും. എന്ന് വെച്ചാൽ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള സ്വഭാവം കാണിക്കത്തില്ല, കോൺട്രവേഴ്സറി ആയിരിക്കും. അപ്പോൾ ആ മീനക്കൂറിൻ്റെ ഫലങ്ങളും അങ്ങനെ തന്നെ വരും. എന്ന് വെച്ച് ഈ നക്ഷത്രക്കാർ, നമ്മുടെ നടൻ മോഹൻലാലൊക്കെ ഞാൻ പറഞ്ഞു കേട്ട ഒരു രേവതി നക്ഷത്രക്കാരനാണ്. നമ്മുടെ രാവണൻ രേവതി നക്ഷത്രമാണ്. സകല വേദശാസ്ത്ര പാരംഗതനും സുന്ദരനുമായിരുന്നു രാവണൻ. രാവണനെ അതിജീവിക്കാൻ ഒരാളില്ലായിരുന്നു. അതല്ലേ രാമൻ പോലും പാടുപെട്ടു. ഭൂമിയിലിരുന്നുകൊണ്ട് ഗ്രഹങ്ങളെ നിയന്ത്രിച്ച് സന്താനങ്ങളെ ജനിക്കുന്ന സമയത്ത് ദോഷമില്ലാതാക്കി ഗുളികൻ മാറിയെന്നുകൊണ്ട് മാത്രമാണ് മകനെ കൊല്ലാൻ പറ്റിയത്. 6 നാഴിക പുലരുന്നവരെ ശിവനെ പൂജിച്ച് ശിവനെ പ്രത്യക്ഷപ്പെടുത്തി ചന്ദ്രഹാസം മേടിച്ച ആളാണ്. ഭഗവാന് പോലും കൊല്ലാൻ പറ്റിയില്ല. അവസാനം അഗസ്ത്യൻ ദേവിയെ ഉപാസിക്കാൻ പറഞ്ഞു കൊടുത്തിട്ടാണ്. അത്ര കഴിവുള്ള രാവണൻ രേവതി നക്ഷത്രക്കാരനാണ്. അപ്പം ഈ നക്ഷത്രങ്ങളൊക്കെ വരുന്ന കൂറാണ്. അപ്പം പൂരുരുട്ടാതിക്കും ഉത്രട്ടാതിക്കും രേവതിക്കും 4-ൽ വ്യാഴമാണ്. മംഗളകർമ്മങ്ങളെല്ലാം നടക്കും. ഗ്രഹത്തിൽ വിവാഹം നടക്കും, വീട് പുതുതായിട്ട് നിർമ്മിക്കാം, ആരാധനാലയം നിർമ്മിക്കാം. പൊതുവേ സന്യാസമാർഗത്തിലും പുരോഹിത വൃത്തിയിലും പ്രത്യേകിച്ച് ഈ ജ്യോതിഷന്മാർക്കുമൊക്കെ അങ്ങനെ ആ കൂറിൽപ്പെടുന്നവരുണ്ട്. ജ്യോത്സ്യന്മാരുടെ ഫലവും പറയണമല്ലോ. ഈ സ്വന്തം ഫലം അറിയാൻ വയ്യാത്തവൻ നാട്ടുകാരുടെ ഫലം പറഞ്ഞിട്ട് കാര്യമില്ല. പൊതുവെ ജ്യോതിഷന്മാർക്കൊക്കെ ഗ്രഹയാനങ്ങൾ, ജലയാനങ്ങളൊക്കെ വാങ്ങിക്കാം. ഈ പിന്നെ ബോട്ട് വാങ്ങിക്കുക, അല്ലെങ്കിൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് ഉള്ളവർക്കൊക്കെ നല്ല ഗുണമായിരിക്കും. അതുപോലെ ജന്മത്തിൽ ശനി ആയതുകൊണ്ട് നാഡീ ഞരമ്പുകൾക്ക് രോഗമുണ്ടാകും, വൈശേഷികമായ പ്രശ്നങ്ങളുണ്ടാകും. അതുപോലെ തന്നെ ഭാഗ്യകരമായ കാര്യങ്ങൾ, പിതൃസ്വത്ത്, പിതാവ് വഴിയുള്ള പൂർവ്വസ്വത്തുക്കളുടെയൊക്കെ ലാഭം ഉണ്ടാകും. പിന്നെ 12ാമിടത്ത് രാഹു ആയതുകൊണ്ട് രോഗാരിഷ്ടതകൾക്കുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണെങ്കിലും നമ്മൾ ഈ ചെയ്യുന്നതിൻ്റെ മൊത്തത്തിലുള്ളൊരു പരിഹാരം, ഈ 12 രാശികളിൽ അഷ്ടമശനിയും കണ്ടകശനിയും അതുപോലെ ഒരു ഏഴരശനിയും ഉള്ളവരൊഴിച്ചാൽ ബാക്കിയുള്ളവർക്കെല്ലാം തന്നെ ഈ ഒരു പുതുവർഷം നല്ലതായിരിക്കും. ഇവിടെ ചെയ്യേണ്ടത് സുഖദുഃഖകരം കർമ്മ, പൂർവ്വജന്മാർജിത കർമ്മം വാ ശുഭം വാ യതിവ അശുഭം തസ്യ പങ്ക്തിം ഗ്രഹാ സർവേ സൂചയന്തി ജന്മ. അപ്പം
നമ്മളിവിടെ ചെയ്യേണ്ടത് പൂർവ്വജന്മാർജിതമായിരിക്കുന്ന കർമ്മങ്ങൾ, ഈ ഗ്രഹങ്ങൾ സൂചിപ്പിക്കുന്നതെല്ലാം നീ കഴിഞ്ഞ ജന്മത്ത് പാസ്റ്റ് ലൈഫിനെയാണ്, പ്രസൻറ്റ് ലൈഫിൻ്റെ കിട്ടും, അടുത്തോണം കിട്ടും. അപ്പോൾ പാസ്റ്റ് ലൈഫിനെ അനുസരിച്ചിട്ടാണ് ജാതകം കിട്ടുന്നത്. അപ്പം ഇപ്പോൾ ഈ ഗ്രഹങ്ങൾ വന്നു നിന്ന് 12 രാശികളിൽ നിന്ന് സൂചിപ്പിക്കുന്നത് നീ ചെയ്തിട്ടുള്ള ഇന്ന ദോഷങ്ങളുണ്ട്, ഇന്ന ദോഷങ്ങൾക്ക് അത് ഇന്ന ഫലങ്ങളാണ്, ഇന്ന ഗുണങ്ങളുണ്ട്. ഇതിനെല്ലാം അടിസ്ഥാനം എന്താണ്? ഈ ഗ്രഹങ്ങളെ പൂജിക്കുക എന്നുള്ളതാണ്. നവഗ്രഹങ്ങളെ പൂജിക്കുക, വൈഷ്ണവ ഭജനം ചെയ്യുക, ഉപാസന ചെയ്യുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പൊതുവേ ഈ ഒരു വർഷം നന്നായിരിക്കും. പിന്നെ സാറൊരു കാര്യം ചോദിച്ചിരുന്നു, രാജനൈതിക വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ പ്രശ്നം. അതൊക്കെ വളരെ ഇവിടെ ചാണക്യൻ്റെയൊക്കെ കാലഘട്ടത്തിൽ വരരുചിയും ചാണക്യനും ഭാസ്കരാചാര്യനും ഒക്കെ ഒരു നൂറ്റാണ്ടത്തേക്ക് എന്ത് നടക്കുമെന്ന് അതാണ്. പിന്നെ നമ്മൾ ഒരിക്കൽ സാറിന് ഓർമ്മയുണ്ടായിരിക്കും, നമ്മൾ പോയി ഏടെടുത്ത് നോക്കിയത്. ഒരു നൂറ്റാണ്ട് കാലം ജനിക്കുന്നവനൊക്കെ എവിടെ ജനിക്കും, അവൻ ആണായിട്ടാണോ പെണ്ണായിട്ടാണോ, അവൻ്റെ ഭാര്യ ആരായിരിക്കും, മക്കളാരായിരിക്കും, എന്തനുഭവിക്കും, എന്ന് ചാകും, അടുത്ത ജന്മം എവിടെ എടുക്കുമെന്ന് വരെ പറഞ്ഞതായി സാധനം. പിന്നാണോ ഇത്? അപ്പം പൊതുവേ കേരളത്തിൽ വളരെ അതായത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന സത്യപ്രതിജ്ഞ നടക്കുന്ന ദിവസവും അതിൻ്റെ സമയവും എടുക്കും. കാര്യം ഒരു ആരൂഢ ലഗ്നം വേണം. ജാതകം എന്ന് പറയുന്നത് കിം ജാതക, എപ്പോൾ ജനിച്ചു, ഒരു കുട്ടി ജനിച്ച സമയത്തെ അടിസ്ഥാനമായി. അതുപോലെ ഇപ്പോൾ വളരെ മാറ്റങ്ങൾ വരും. നമ്മളിപ്പോൾ ചിങ്ങൻ രാശിയെ തന്നെ എടുത്ത് ചിന്തിക്കുകയാണെങ്കിൽ ചിങ്ങൻ രാശിയെ ഒരു ആരൂഢമായി എടുത്ത് ചിന്തിക്കുകയാണ് പൊതുവെ കേരളത്തിൻ്റെ രാജനൈതിക വിഷയം. നിലവിലുള്ള സർക്കാരിന് വളരെ അശോഭനമായ കാര്യങ്ങൾ അനുഭവപ്പെടും. പുതുതായി ജനകീയ പ്രതിബദ്ധതയുള്ള നല്ല ആശയങ്ങളുടെ വക്താക്കൾ, ജനകീയ പ്രതിബദ്ധതയുള്ള ആശയങ്ങളുടെ വക്താക്കൾ ഉരുത്തിരിഞ്ഞു വരികയും കേരളത്തിൽ ഒരു ഭരണമാറ്റമോ അല്ലെങ്കിൽ കേരളത്തിൻ്റെ പൊതുവെയുള്ള വ്യവസ്ഥയ്ക്ക് തന്നെ ഒരു മാറ്റം വരാനുള്ള സാഹചര്യം രാജനൈതിക വിഷയത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വിശദമായ കാര്യങ്ങൾ നമുക്ക് പുതുവർഷ ഫലത്തിൽ ഇതിൽ കൂടെ തന്നെ പറയാം. എങ്ങനെ സത്യപ്രതിജ്ഞ നടക്കുന്ന ദിവസത്തെ ആ സമയം വെച്ചിട്ട് നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ ക്ലാരിറ്റിയോടുകൂടി നമുക്ക് അത് അവതരിപ്പിക്കാൻ ശ്രമിക്കാം. നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.